ഓരോ വ്യക്തികൾക്കും രാവിലെ എഴുന്നേൽക്കണമെന്നും അതിനോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ അവരുടെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകണമെന്നുമൊക്കെ ആഗ്രഹം കാണും. എന്നാലും അവർ രാത്രി ഒട്ടനേകം സമയങ്ങളിൽ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നേരത്തെ ഉറങ്ങുവാൻ സാധിക്കാത്തതിനാൽ അവർക്ക് നേരത്തെ എഴുന്നേൽക്കുവാനും സാധിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏർലി മോർണിംഗിൽ നമുക്ക് എഴുന്നേൽക്കാം എന്നതിനെക്കുറിച്ചുള്ള പ്രോ ടിപ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. രാവിലെ നിങ്ങൾക്ക് കൃത്യമായ സമയത്തിൽ എണീക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്തിരിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാനായി പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഒരു രാവിലെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ മാറ്റുന്നത്. ആ രാവിലെകളെ നിങ്ങൾ പാഴാക്കരുത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കേണ്ടത്, എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമായി മാറിയത്? ഇന്ന് നമ്മൾ കാണുന്ന മിക്ക ബില്യനേഴ്സും മിക്ക ജീനിയസ് വ്യക്തികളും അവർ രാവിലത്തെ സമയത്ത് ഇഷ്ടപ്പെടുന്നവരും അവർ സൂര്യോദയത്തിനു മുമ്പ് എഴുന്നേൽക്കുന്നവരും സൂര്യോദയത്തിനു മുമ്പ് അവരുടെ ദിവസങ്ങളെ തുടങ്ങുകയും അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി രാവിലത്തെ സമയം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. രാവിലെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ്, നമുക്ക് മറ്റൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ രാവിലത്തെ സമയം നമ്മളെ ഏറെ സഹായകരമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്പർ 1, ബിൽഡ് എ സ്ലീപ്പ് ഷെഡ്യൂൾ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഉറങ്ങുന്നതിന് വേണ്ടി കൃത്യമായ രീതിയിലുള്ള ഒരു സമയത്തിനെ നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ പറയുന്നതിന് കാരണം നിരവധി വ്യക്തികൾ കൃത്യമായ സമയക്രമമില്ലാതെ രാത്രി മുഴുവൻ സോഷ്യൽ മീഡിയയിൽ അവരുടെ സമയത്ത് ചിലവഴിച്ചുകൊണ്ട് അവരുടെ രാത്രികാലത്തെ അവർ നഷ്ടപ്പെടുത്തി കളയുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായി മാറുന്നത്. നമ്പർ 2, കീപ് ദ അലാറം എവേ ഫ്രം ദ ബെഡ്. അലാറം ബെഡിൽ നിന്നും അകലെ വയ്ക്കുക. ഇതിന് മുഖ്യ കാരണമായി വരുന്നത് രാവിലെ എഴുന്നേൽക്കുവാൻ ആദ്യമായി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ആദ്യം ആശ്രയിക്കുക അലാറത്തെ ആയിരിക്കും. അതുകൊണ്ടാണ് അലാറം ബെഡിൽ നിന്നും അകലെ ഇരിക്കുമ്പോൾ നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുകയും അലാറത്തിനെ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും. അതിൽ നിന്നും നമ്മുടെ മനസ്സിനെ റീഫ്രഷ് ചെയ്ത് നമുക്ക് ഉറക്കത്തിൽ നിന്നും ഉണരുവാനുള്ള സാധ്യത വളരെയധികമാണ്. നമ്പർ 3, അവോയ്ഡ് സ്നൂസിങ്. രാവിലെ അലാറം സ്നൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഇത് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്നൂസ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ അധികമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അലാറത്തിനടുത്ത് പോവുകയും സ്നൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് സ്നൂസ് ചെയ്യുന്നതിൽ നിന്നും നമ്മൾ നമ്മളെ തന്നെ പിന്മാറ്റുക. നമ്പർ 4, സെറ്റ് എ ഗോൾ. ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ പല വ്യക്തികൾ പലതരത്തിൽ സൃഷ്ടിച്ചെടുക്കാറുണ്ട്. എന്നാൽ ഇതും രാവിലെ എഴുന്നേൽക്കുന്നതും തമ്മിൽ വലിയ ബന്ധമുണ്ട്. കാരണം ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റ് അധ്വാനിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യബോധം സൃഷ്ടിച്ചെടുത്തേ മതിയാകൂ. ആ വ്യക്തി എന്തിനാണ് എഴുന്നേൽക്കുന്നതെന്നും ആ വ്യക്തി എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നതെന്നും അദ്ദേഹത്തിനോട് തന്നെ ഒരു ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുവാൻ ഉത്സാഹമുള്ളവനായി തീരുന്നു. നമ്പർ 5, വാഷ് യുവർ ഫേസ് വിത്ത് കോൾഡ് വാട്ടർ. രാവിലെ എഴുന്നേറ്റാലുടനെ മുഖം കഴുകുന്നത് മുഖേന നമ്മുടെ മനസ്സ് റീഫ്രഷ് ചെയ്യുകയും നമ്മുടെ ഉറക്കം മാറുകയും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടി അധ്വാനം തുടങ്ങുകയും ചെയ്യാം. രാവിലെ ചെയ്യേണ്ട 5 കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിച്ചു. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഉപയോഗപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുവാനും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുവാനും കഴിയും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിനി ഏത് തരത്തിലുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തുകൊണ്ട് എന്നെ അറിയിക്കാവുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.